നമ്മൾ ഇതുവരെ പറഞ്ഞിടത്തേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ശബരിമലയിലെ വലിയ കള്ളന്മാരെല്ലാം അകത്താകുമ്പോൾ CPM-ന് അടിമുടി വിറയ്ക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുന്നു. അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന് നറുക്ക് വീണിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിൻ്റെ മുന്നിലെത്തിയത് എന്നാണ് പത്മകുമാറിൻ്റെ മൊഴി. അതായത് സർക്കാരിൻ്റെ ഉന്നതർ, ദേവസ്വം മന്ത്രിയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു നിർദ്ദേശം ദേവസ്വം ബോർഡിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നൽകിയത് എന്നുറപ്പാകുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന കടകംപള്ളിയുടെ വാക്കുകളാണ് അവിടെ പാഴ്വാക്കുകളായി മാറിയിരിക്കുന്നത്. സർക്കാർ നൽകിയ അനുമതി പ്രകാരമാണ് സ്വർണ്ണമോഷണമെങ്കിൽ അതിൻ്റെ വലിയ ലാഭവും കടകംപള്ളിക്കും അദ്ദേഹത്തിൻ്റെ മുതലാളിക്കും ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇന്നലത്തെ പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്നും അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാസങ്ങൾക്ക് മുൻപേ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാകാം. എല്ലാം കടകംപള്ളിക്കറിയാം എന്നുള്ളത് അന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടി കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ടുപോയി ദ്വാരപാലക ശില്പം ഒറിജിനൽ തന്നെ പുറത്തൊരു മുതലാളിക്ക് വിറ്റു എന്ന് വളരെ പരസ്യമായി VD സതീശൻ പറഞ്ഞപ്പോൾ കടകംപള്ളി പൊട്ടിത്തെറിച്ചു. വക്കീൽ നോട്ടീസ് അയച്ചു. ഹരീഷ് ചന്ദ്രൻ ചമയിലും നടന്നു. കള്ളന്മാരുടെ എല്ലാ ലക്ഷണവും അതുതന്നെയാണ്. എന്നാൽ കടകംപള്ളിയുടെ മൊഴി ഏതു തരത്തിലാകുമെന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. കടകംപള്ളിയിലേക്ക് തീരുമോ, തനിക്കും മുകളിൽ ഒരാളുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അകത്തായാൽ MLA സ്ഥാനത്ത് നിന്നുള്ള കടകംപള്ളിയുടെ രാജി ജനങ്ങൾ എഴുതി വാങ്ങുമെന്നുറപ്പാണ്. കാരണം കോടിക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തെയാണ് ഒരു മന്ത്രിസ്ഥാനത്ത് നിന്ന് കസേരയിലിരുന്ന് അങ്ങനെ ഒരാൾ ആക്ഷേപിച്ചത് എന്ന് വരും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് രാജിയല്ലാതെ വേറെ വഴിയില്ലാതെയാകും. കാരണം ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു MLA-യെ ഇങ്ങനെ കക്കാനയച്ച് മന്ത്രി കസേരയിൽ 10 വർഷമായി തുടരുന്ന ഒരു മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്വം മുഴുവൻ മുഖ്യമന്ത്രിക്കായിരിക്കും. ഇല്ലെങ്കിൽ ജനമിളകുക തന്നെ ചെയ്യും. ഇപ്പോഴിത് സർക്കാർ ഇടപെടൽ പരിശോധിക്കാനാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളിക്ക് നോട്ടീസ് നൽകുകയാണ്. അപ്പോൾ പത്മകുമാർ ഇനിയും പറയാനുണ്ട് എന്നുള്ളതാണ് ബാക്കി വച്ചിരിക്കുന്നത്. പത്മകുമാർ ഇപ്പോൾ തന്നെ കടകംപള്ളിയുടെ കാര്യം പറഞ്ഞ് എല്ലാ സൂചനയും നൽകിക്കഴിഞ്ഞു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. ഇനി ഒന്നുകൂടി പറയുമ്പോൾ കടകംപള്ളിക്ക് അകത്തേക്കുള്ള വഴി എളുപ്പമാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളിയും ഇപ്പോഴത്തെ വാസവനുമൊക്കെയായി നല്ല പരിചയവും ബന്ധവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോറ്റിയുടെ കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ അതോ മന്ത്രിയുടെ മുന്നിലെത്തിയ നിവേദനം ബോർഡിന് കൈമാറുക മാത്രമായിരുന്നോ എന്ന കാര്യങ്ങൾ പരിശോധിക്കും എന്നാണ് അറിയിക്കുന്നതെങ്കിലും എല്ലാം SITക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വാർത്ത. ഇന്നലെ വരെ കടകംപള്ളി സുരേന്ദ്രൻ കിടന്നുരുണ്ടത് നമ്മൾ കണ്ടു. ഞാൻ കട്ടു എന്ന് സമ്മതിക്കുന്ന വാക്കുകൾ പറയുന്നില്ല എങ്കിലും എല്ലാം ആ മുഖത്ത് കാണാമായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനത്തിലും മന്ത്രിക്കോ വകുപ്പിനോ പങ്കില്ല എന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ ഈ മൊഴിയാണ് SITക്ക് ഏറ്റവും വലിയ പിടിവള്ളിയായിട്ടുള്ളത്. ബോർഡിൻ്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റേതെന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയുന്ന കടകംപള്ളി ഇനിയുള്ള ദിവസങ്ങൾ നേരിടുന്നത് അഗ്നിപരീക്ഷണം തന്നെയാണ്. പാളികൾ ഇളക്കാൻ പറയാനും പൂശാൻ പറയാനും മന്ത്രിക്ക് അധികാരമില്ലെന്ന് കടകംപള്ളി പറഞ്ഞുവെങ്കിലും ഇവിടെ പാളി ആര് കൊണ്ടുപോയി പൂശി എത്ര തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് എല്ലാ കണക്കുകളും SITക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് അറസ്റ്റിലായ ആളുകൾ വിഡ്ഢികളൊന്നുമല്ല. ഒരുപക്ഷെ കടകംപള്ളിയേക്കാളും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആളുകളാണവർ. അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതായത് ദേവസ്വം ബോർഡിൻ്റെ അറിവോടെയാണ് സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്ന് N വാസുവും അതുപോലെ ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശത്തോടെയും അറിവോടെയും കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടതെന്ന് സുധീഷ് കുമാറും മുരാരി ബാബുവും അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇനി വെറുതെ കടകംപള്ളിയെ ഒന്ന് വിളിപ്പിക്കും. ഏത് സ്വർണ്ണ വ്യാപാരിക്കാണ് കൈമാറിയത് എന്നുള്ളതടക്കം എല്ലാം അയ്യപ്പൻ പറയിച്ചോളും.